ഒന്ന് ഇടിക്കട്ടെ. ഇങ്ങനെ നോക്കണം കിലുക്കി. കുറച്ച് മതിയില്ലേ? ഇത്ര മതിയത് കേട്ടാ. നിക്കട്ടാ അരച്ചിട്ട് സെറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് എൻ്റെ പൊന്നു. ഇതാണ് കേട്ടാ ട്രെൻഡിങ് ആയിട്ടുള്ള മാഗിയുടെ റെസിപ്പി. ഇപ്പൊ ഇതാണ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്നാക്കാണ്. കാരണം നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. നമ്മൾ ചാട്ട് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് ആയോട്ടോ. എന്താ പരിപാടി? അതെ, ഇപ്പൊ നമ്മുടെ മാഗി വെച്ചിട്ടൊരു ട്രെൻഡിങ് വീഡിയോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അത് ചാട്ട് പോലെ കഴിക്കണത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഞാനിവിടെ റെഡിയാക്കിയേക്കുന്നത്. പക്ഷെ മിക്ക വീഡിയോയിലും ഒരു വീഡിയോ കണ്ടതല്ല മറ്റേ വീഡിയോ കണ്ടതല്ല മറ്റേ വീഡിയോ. അപ്പൊ ഞാനും അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തിട്ട്. അത് തന്നെ ഇപ്പൊ ചെയ്തതിന്റെ മുഖം മാറി. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ട് എന്തെങ്കിലും എന്താ പരിപാടി? കുക്കിംഗ് എന്തെങ്കിലും ഒക്കെ ഉണ്ട്? കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാട്ടാ കൊഞ്ചം ബിസി ആയതുകൊണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചാലേ നമ്മുടെ വീഡിയോ പെട്ടെന്ന് തീരും. ഇതിൽ നമുക്ക് മാഗിയാണ് നമ്മൾ എടുത്തേക്കണത്. മാഗി വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യണത്. ഈ മാഗിയാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇതൊന്ന് നമുക്കിങ്ങനെ തവിട് പൊടിയാക്കണം. ഒന്ന് കല്ല് വെച്ചൊന്ന് ഇടിച്ചിട്ടേ ഒന്ന് ഇടിക്കട്ടെ. മതിയില്ലേ? ആ, ഇങ്ങനെ നോക്കണം കിലുക്കി. ഓക്കെ, ഇനിയാണ് നമുക്ക് ഇതൊന്ന് ഒരു മാഗിയുടെ കളർ എന്ത് കളറാ? മഞ്ഞ. നമുക്കതൊരു ബ്രൗൺ കളറാക്കി മാറ്റണം. ഒന്ന് പൊടി. അപ്പൊ ഇത് എന്റെ ഓൺ റെസിപ്പി പോലെ ഉണ്ടോ? ഓൺ റെസിപ്പി അല്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ടത്. അല്ല, ഇത് സൺഫ്ലവർ ഓയിൽ. അറിയോ ഇവിടെ സൺഫ്ലവർ ഓയിൽ? ഇയാള് ചൂടെടുത്തിട്ട് പറ്റണില്ല. മാഗി വെച്ച് മാത്രം കേട്ടോ ചെയ്തേക്കണം. ഏത് നൂഡിൽസും പറ്റും. ഇതിന്റെ മസാല നമുക്ക് മാറ്റി വെക്കാം. അത് വേണം, ഇടണം. അപ്പൊ പാൻ ചൂടായോന്ന് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പയ്യൊന്ന് വെച്ച് നോക്കണം. ചൂടായി വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കിയേ. നമ്മള് ഒരു പാക്കറ്റാണ് കേട്ടോ ചെയ്യണം. കാരണം ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. വേർത്തിട്ട് പറ്റണില്ല. ഇപ്പത്തേ നമ്മുടെ മോട്ടറിൽ വെള്ളം കയറുന്നുണ്ടായില്ല, എയർ കയറിട്ട്. അപ്പൊ ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ടത് പയ്യുണ്ടായി. ഇത് കണ്ടതേ നമ്മള് ന്യൂഡിൽസ് ഇളക്കി വരുമ്പോ ഇതുപോലെ ഇങ്ങനെ ബേൺ ആയിട്ട് വരും. അതായത് ഒരു ബ്രൗൺ കളർ പോലെ വരും. ഓഫ് ചെയ്യട്ടെ? ഇത്ര മതി. ഇനി എന്താ അടുത്തത്? ഇത്രയുള്ള കുക്കിംഗ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ഇത്രയും പോരെ? പിന്നെ കുറച്ച് മുളക് പൊടി കാശ്മീരി. ഇനി നമുക്ക് ഈ മാഗിയുടെ പൗഡർ. ഓയിലൊന്നും വേണ്ടേ? ഇനി ഒന്നും വേണ്ടേ കേട്ടാ. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ മിക്സ്. ചാട്ട് മസാല മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഇട്ടാ മതി. പിന്നെ എത്ര രൂപ? 80 രൂപ. വില ആരും ഉണ്ടോ മേടിക്കാൻ? ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇനി ആ വീഡിയോ കാണുമ്പോ പറയാ രാഗി പറഞ്ഞില്ല. ഞാൻ അതനുസരിച്ചിട്ട് വേണ്ടേ ഉണ്ടാക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ഇച്ചിരി കരിഞ്ഞ മണമല്ലേ, ഇങ്ങനെ ബേൺ ആവണം ചെയ്തോട്ടെ. ഇനി ഒരു കാര്യം പറയട്ടെ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇതിനുള്ളില്. പിന്നെ ഞാൻ ഈ സവാള ഒന്നും ഇങ്ങനെ ആക്കണുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര പച്ചച്ചറിയിരിക്കും. ടൊമാറ്റോ. ഇനി ഇതിലേക്ക് ഇത് വേണ്ട വരും സോസ്. ചേതനം പറഞ്ഞ ശരിയാ.
പറഞ്ഞ ഞാൻ സമ്മതിച്ചു തന്നില്ലേ. മറ്റൊന്നും ഇടണ്ട. ഏതാണ് അതിടാം. ആണോ മൊത്തം ഇടുവോ അത്? ഇത് കുഞ്ഞ് പാക്കറ്റ് മതിയായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ 10 രൂപയുടെ മതി. സമാധാനം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ. പൊടിക്കാം. പിന്നെ കുർക്കുറെ അത് മൊത്തം ഇടണില്ല കേട്ടാ. കുർക്കുറെ ഇതില് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഞങ്ങളുടെ കയ്യിലില്ല. സോസ് എവിടെ? നാരങ്ങ വേണ്ടേ? ആ നാരങ്ങ വേണം, മറന്നുപോയിട്ടാ. ഇത്രയും കൂടി സോസിന്റെ ആവശ്യമുണ്ട് കേട്ടാ. ഇത് കഴിയുമ്പോ എല്ലാവർക്കും തരാ മോനെ. നാരങ്ങ നമ്മള് മിക്സ് ചെയ്യണം നന്നായിട്ട്. ഇതിൽ മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ പോലെ വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ചാട്ട് മസാല ഇടണം. നമുക്ക് പുറത്തു പോയി ടേസ്റ്റ് ചെയ്താലാ? ഇവിടെ നിക്കാൻ പറ്റണില്ല. മുഖം നോക്കിയേ. ചാട്ട് മസാല ഇട്ട ഒരു വേറെ ലെവലായിരിക്കും കേട്ടോ. കുറച്ച് മതിയില്ലേ? ഇത്ര മതിയത് കേട്ടാ. നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴേ കഴിക്കാം. നിക്കട്ടാ ഇതിങ്ങനെ അടിച്ചിട്ട്. സെറ്റ്. നമുക്ക് പുറത്ത് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ വൈറൽ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളാണ്, 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അതുപോലെ കുക്കിംഗ് എന്ന് പറയുന്ന ആകെയുള്ളത് ആ നൂഡിൽസ് ഒന്ന് നമ്മളൊന്നൊരു ബ്രൗണിഷ് കളർ ആവണവരൊന്ന് സോട്ട് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതുവരെ ഇത് കഴിച്ചു നോക്കിയിട്ടില്ല, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വാ, സേതുവിനെയൊക്കെ വിളിക്കാം. ഫോൺ തട്ടിയിടല്ലേ കേട്ടാ. ആ വാ. ഒരു ഇതും കൂടി വേണമായിരുന്നല്ലേ? പിന്നെ ഞാൻ ആദ്യമായിട്ടാ മാഗി കുക്ക് ചെയ്യാതെ കഴിക്കണത്. എനിക്ക് ഒന്നാമത് മാഗി ഒന്നും ഇപ്പൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടാണ്, പക്ഷെ കഴിച്ചു മസാല ഇട്ടാർന്നേ കൊള്ളൂലേ? ഒരു നോർത്ത് ഇന്ത്യൻ സാധനത്തിന്റെ ഒരു ചാട്ടൊക്കെ കഴിക്കണേ കൊള്ളൂലേ? കളയല്ലേ, ഇത് ഈച്ച വരും ഇവിടെ. ഞാൻ കഴിക്കട്ടെ. സേതുവിന് ഇങ്ങനത്തെ ഇഷ്ടാവൂലെന്ന് എനിക്കറിയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ഛന് ഇത് പുളി വന്നില്ലേടി, അത് അച്ഛന് പിടിച്ചിട്ടുണ്ടാവൂല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പുളിയില്ലേ, അതാണ് എന്നെ ഭയങ്കരമായിട്ട്. ഇതും കൂടി ഇടണമായിരുന്നു, പീനട്ടും കൂടി ഇടണം. എന്തായാലും ഇടാം. പിടിച്ച ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ. നിക്കട്ടെ, കൈ മാറ്റിയേ. ഇതാണ് എന്റെ പൊന്നോ. ഇവിടെ നിക്കല്ലേ, ക്യാമറന്ന് ഔട്ടായി പോവും. ഇവിടെ നിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, സേതുവിന് വലിയ ഇഷ്ടമായില്ല. എനിക്ക് ഈ ലേസൊക്കെ കഴിക്കാൻ ഇഷ്ടം, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വയറിനൊരു സുഖമില്ലാത്ത പോലെ തോന്നുന്നു. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാവും. കാരണം കുട്ടികൾക്ക് ഇതിലിട്ട മാഗി ഇഷ്ടമാണ്, ലേസ് ഇഷ്ടമാണ്, കുർക്കുറെ ഇഷ്ടമാണ്. അതാണ് സേതുവിന് ഇഷ്ടമല്ലാത്തത്. പിന്നെ എല്ലാരും മറക്കരുത് നാരങ്ങ പിഴിഞ്ഞിടണം കേട്ടോ. എന്താ നാരങ്ങയുടെ പുളിയുണ്ട്. അപ്പൊ എന്ത് പറയുന്നത്, ഇതെല്ലാം ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മസ്റ്റ് ട്രൈ എന്ന് പറയാൻ പറ്റുമോ? എനിക്കിഷ്ടായി. നിനക്കിഷ്ടായോ? കുട്ടികൾക്ക് ഇഷ്ടാവുന്ന എനിക്ക് ഉറപ്പാ. പിന്നെ നമ്മളൊരു ട്രെൻഡിങ് വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ എങ്ങനെ ചെയ്യാതിരിക്കുക? ഞങ്ങൾക്ക് ഇഷ്ടമായി.
എന്തെന്നാ പറഞ്ഞത്? ചെയ്തിട്ട് പിന്നെ ഇഷ്ടമായെന്ന് പറയണ്ടേ? സേതുവിന് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമായില്ല. സേതുവിന് മസാല ഇഷ്ടമല്ലാത്തോണ്ടാണ്. ഇഷ്ടമായ ഞാൻ അവിടെ പോയി അടുത്തുനിന്ന് കഴിക്കാന്ന് എടുക്കുവോ? ഇവിടെ എന്നാ കിട്ടുവോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന് ആ ഓണിയനൊക്കെ ഇല്ല ചവക്കാൻ കിട്ടണം. പിന്നെ പുളി. സേതുവിന് ഇഷ്ടപ്പെടാത്തത് സേതുവിനല്ല, സേതുവിനെ പോലെ ടേസ്റ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ചാട്ട് മസാലകൾ, പുളി, ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല. പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തോ. അധികം നമുക്ക് ചെലവില്ല. പിന്നെ അച്ഛന് മധുരമാണ്. പിന്നെയില്ലേ കുട്ടികൾക്കില്ല, നമുക്ക് ഇപ്പൊ അടുക്കളയിലൊക്കെ ഭയങ്കര ചൂടല്ലേ. അപ്പൊ പെട്ടെന്നൊരു സ്നാക്കൊക്കെ തട്ടിക്കൂട്ടി പിള്ളേരെ കണ്ണിപ്പൊടി ഇടാനൊക്കെ വല്ലപ്പോഴും, എപ്പോഴും അല്ല, വല്ലപ്പോഴും നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഞാനിതിൽ 10-ൽ 7. ഞാൻ 10-ൽ 3. വെച്ചുവാ ഇവിടെ ഒന്ന് പറ. ഇല്ല, എത്ര കൊടുത്തില്ല? 10. 10-ൽ 10. 10-ൽ 10. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് ഇഷ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ട്രെൻഡിങ് ആയ വീഡിയോ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അത് കട്ട് ചെയ്തോട്ടോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ട്രെൻഡിങ് വീഡിയോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസാരം ബൈരാഗി വരാം. ബൈ. അടച്ചു വെക്കുന്നേ.